ഹേ കൃഷ്ണ. ഇപ്പം നമ്മൾ ഭഗവത്ഗീത 2-ാം അധ്യായം, അത് ഏകദേശം ഇന്നത്തോടുകൂടി തീരും 2-ാം അധ്യായം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2-ാം അധ്യായത്തിലെ 39 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളിൽ നിഷ്കാമ കർമ്മത്തെക്കുറിച്ചും നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ചും കൃഷ്ണാവബോധത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത ശ്ലോകം 54-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലേ. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു. അപ്പം സ്ഥിതപ്രജ്ഞനായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തിയിൽ അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഭാഷ എന്താണ്, സംസാരവും ഇരിപ്പും ഒക്കെ എന്താണ് എന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് 55-ാമത്തെ ശ്ലോകം മുതൽ 72-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച 66-ാമത്തെ ശ്ലോകം വരെ 66-ാമത്തെ ശ്ലോകം വരെ എടുത്തിരുന്നു. നമുക്ക് 67-ാമത്തെ ശ്ലോകത്തിലോട്ട് പോവാം. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനനോ അനുവിധീയതേ തദസ്യാ ഹരതി പ്രജ്ഞാ വായോർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യൻ മനനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമി വാംഭസി. വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന അല്ലേ, വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു. ഭഗവാൻ ബുദ്ധിയെ എന്താണ് നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ തൻ്റെ 9 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തിയാലും ഒരൊറ്റ ഇന്ദ്രിയത്തെ ഭൗതിക സുഖങ്ങൾക്കായി തുറന്നു വിട്ടാൽ അത് അയാളുടെ ബുദ്ധിയെ മുഴുവൻ നശിപ്പിച്ചു കളയും. അപ്പം കണ്ണും കാതും മനസ്സുമൊക്കെ ഭഗവാനിൽ ഉറപ്പിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ആ ഒരു ഇന്ദ്രിയം വഴി കാമക്രോധങ്ങൾ വീണ്ടും എവിടെ കൂടാം? മനസ്സിലേക്ക് കടന്നുകൂടാം. അപ്പം അതുകൊണ്ടാണ് മഹാരാജ അംബരീഷ് തൻ്റെ കൈ, കാൽ, വായ്, കണ്ണ്, മൂക്ക് തുടങ്ങിയ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരേ സമയം കൃഷ്ണസേവനത്തിൽ ഏർപ്പെടുത്തിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു ശാസ്ത്രീയ വഴി എന്താണ്? ഇതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെ എന്ത് വേണം? ഭഗവാന്റെ സേവനത്തിലേക്ക് വഴിതിരിച്ചു വേണം. സമ്പൂർണമായിട്ടുള്ള സമർപ്പണം. അംബരീഷ് മഹാരാജിനെ പോലെ തൻ്റെ കൈ, കാല്, വായ്, കണ്ണ്, മൂക്ക് തുടങ്ങിയ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരേ സമയത്ത് തന്നെ എന്ത് വേണം? കൃഷ്ണസേവനത്തിൽ ഏർപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു വഴിയായിട്ട് മാറിയത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? അംബരീഷ് മഹാരാജിനെ പോലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിലേക്ക് ഏർപ്പെടുത്തുക. അത് മാത്രമാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു ശാസ്ത്രീയമായ വഴി. മനസ്സിന്റെ താക്കോല്. ഇപ്പം മനസ്സിനെ നേരിട്ട് ചെന്നിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ വളരെ പാടാണ്. കാരണം മനസ്സ് കണ്ണിൽ കാണാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ ഇന്ദ്രിയങ്ങള്, കണ്ണ്, ചെവി, നാക്ക് മുതലായവ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ബാഹ്യ അവയവങ്ങളാണ്. അപ്പം ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവത് സേവനത്തിൽ പൂട്ടിയിടുമ്പോൾ മനസ്സിന് മറ്റു വഴികളില്ലാതെ ഭഗവാനിലേക്ക് വന്ന് നിൽക്കേണ്ടി വരുന്നു. ഇതാണ് യഥാർത്ഥ യോഗരഹസ്യം. എന്താണ് യഥാർത്ഥ യോഗരഹസ്യം എന്ന് പറയുന്നത്? മനസ്സിനെ നേരിട്ട് ചെന്ന് നിയന്ത്രിക്കാൻ വളരെ പാടാണ്. കാരണം മനസ്സ് കണ്ണിൽ കാണാൻ കഴിയാത്ത ഒന്നാണ്. എന്നാൽ ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാക്ക് മുതലായവ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ബാഹ്യ അവയവങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവത് സേവനത്തിൽ പൂട്ടിയിടുമ്പോൾ മനസ്സിന് മറ്റു വഴികളില്ലാതെ ഭഗവാനിലേക്ക് വന്ന് നിൽക്കേണ്ടി വരുന്നു. ഇതാണ് യഥാർത്ഥ യോഗരഹസ്യം. അപ്പം ഒരു ചെറിയ കഥ കൂടി പറയാം. അപ്പോൾ നമ്മളൊരു വലിയ തടാകത്തിലൂടെ ഒരു മനോഹരമായ വള്ളത്തിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആ വള്ളത്തിൻ്റെ അടിത്തട്ടില്
എവിടെ ആ വെള്ളത്തിനകത്ത് 5 ചെറിയ ഹോളുകൾ, സുഷിരങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിപൂർവം അതിലെ 4 സുഷിരങ്ങളും നല്ലതുപോലെ അടച്ചു പൂട്ടി സുരക്ഷിതമാക്കി. എന്നാൽ ഇത് വെറും ഒരു ചെറിയ തുളയല്ലേ എന്ന് കരുതിയിട്ട് എത്ര വെള്ളം കയറാനാണ് എന്ന് കരുതി 5ാമത്തെ ആ ഒരു ചെറിയ സുഷിരം നമ്മൾ അടയ്ക്കാതെ വെറുതെ വിട്ടു. അപ്പം ആദ്യം കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം, എന്നാൽ വള്ളം മുന്നോട്ട് പോകും തോറും ആ ഒരൊറ്റ ചെറിയ തുളയിലൂടെ വെള്ളം സാവധാനം എവിടേക്ക് വരും? വള്ളത്തിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ നമ്മൾ പോലും അറിയാതെ ആ വള്ളം അല്ലെങ്കിൽ ആ തടാകത്തിന്റെ നടുക്ക് വെച്ച് പറ്റും? മുങ്ങിപ്പോകും. അപ്പം ഇതുപോലെ നമ്മുടെ ശരീരമാകുന്ന വള്ളവും അതിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന തുളകളും നമ്മൾ 4 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ഒരൊറ്റ ഇന്ദ്രിയത്തിന് ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാൻ അനുവാദം നൽകുകയും ചെയ്താൽ ആ ഒരൊറ്റ വഴിയിലൂടെ ഭൗതിക ആഗ്രഹങ്ങളാകുന്ന വള്ളം അല്ലെങ്കിൽ ഭൗതിക ആഗ്രഹങ്ങളാകുന്ന വെള്ളം നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചു കയറും. അത് നമ്മുടെ ആത്മീയ പുരോഗതിയെ മുഴുവൻ മുക്കിക്കളയും. അപ്പം അതുകൊണ്ടാണ് മഹാരാജ അംബരീഷിനെ പോലെ നമ്മുടെ സർവ്വ ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായിട്ട് എവിടെ വേണം? കൃഷ്ണാവബോധത്തിൽ വ്യാപൃതമാക്കുക. അപ്പോൾ നമ്മുടെ ആത്മീയ യാത്ര സുരക്ഷിതവും അതേപോലെ ആനന്ദകരവുമായി തീരും. 68ാമത്തെ ശ്ലോകം. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശാ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ, എന്താണ്? തസ്മാദസ്യ മഹാബാഹോ, അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ. പിന്നെ നിഗ്രഹീതാനി സർവശ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. ആരാണ് സ്ഥിതപ്രജ്ഞൻ? അതുകൊണ്ട് അർജുനോട് പറയുന്നത് ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഭൗതികതയാണ്. ഭൗതികതയെ നോക്കുക എന്നുള്ളതാണ് അവർക്കിഷ്ടം. ഭൗതികപരമായിട്ടുള്ള എൻജോയ്മെന്റ് ആണ്. അപ്പം അതിനെ അവിടുന്ന് മാറ്റി ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവുള്ളവനാണ് ആര്? സ്ഥിതപ്രജ്ഞൻ. അപ്പം നമ്മുടെ ഈ മുൻപ് പഠിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളും മാത്രം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു സ്ഥിതപ്രജ്ഞനായിട്ട് മാറാം. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ ശക്തരായ ശത്രുക്കളെ പോലെയാണ്. അവയെ കേവലം മനുഷ്യ സഹജമായിട്ടുള്ള പ്രതിജ്ഞകൾ കൊണ്ടോ താൽക്കാലികമായ അടിച്ചമർത്തൽ കൊണ്ടോ ദീർഘകാലം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പം ഒരു ശക്തനായ ശത്രുവിനെ കീഴടക്കാൻ അവനേക്കാൾ വേണം? വലിയ സൈനിക ബലമുള്ള മറ്റൊരു ശക്തിക്ക് മാത്രമേ സാധിക്കൂ. അതുപോലെ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ കീഴടക്കാൻ കൃഷ്ണാവബോധമാകുന്ന ഭഗവത് സേവനത്തിന് മാത്രമേ കഴിയൂ. ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ പ്രേമപൂർണമായ സേവനത്തിൽ വ്യാപൃതമാക്കുമ്പോൾ അവയുടെ ഭൗതിക ശക്തി തനിയെ ഇല്ലാതാകുന്നു. അപ്പം ഈ ഒരു രഹസ്യം മനസ്സിലാക്കി, ഏത് രഹസ്യം? ഒരു ശക്തനായ ശത്രുവിനെ കീഴടക്കാൻ അവനേക്കാൾ വലിയ സൈനിക ബലമുള്ള മറ്റൊരു ശക്തിക്ക് മാത്രമേ സാധിക്കൂ. അതുപോലെ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ കീഴടക്കാൻ, ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനെ കീഴടക്കാൻ വേണം? കൃഷ്ണാവബോധമാകുന്ന ഭഗവത് സേവനത്തിന് മാത്രമേ കഴിയൂ. അപ്പം ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ പ്രേമപൂർണമായ സേവനത്തില് വ്യാപൃതമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇന്ദ്രിയങ്ങളുടെ ഭൗതിക ശക്തി തനിയെ ഇല്ലാതാകും. കാരണം ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. അപ്പം ഭഗവാന് മാത്രമേ അവരെ കീഴടക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അപ്പം ഈ ഒരു രഹസ്യം മനസ്സിലാക്കി ഒരു സദ്ഗുരുവിൻ്റെ, അതായത് പരമ്പര വഴി വരുന്ന ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ദ്രിയങ്ങളെ വേണം? കൃഷ്ണസേവനത്തിൽ തിരിച്ചുവിടാൻ പരിശീലിക്കുന്ന വ്യക്തിയെയാണ് സാധകൻ എന്ന് വിളിക്കുന്നത്. അവനാണ് യഥാർത്ഥ മോക്ഷത്തിന് അർഹനായ വ്യക്തി. അപ്പം ആരാണ് യഥാർത്ഥ മോക്ഷത്തിന് അർഹനായ വ്യക്തി? അല്ലെങ്കിൽ ആർക്കാണ് മോക്ഷം ലഭിക്കുക? നമ്മൾ ഈ പറഞ്ഞ രഹസ്യം എന്താണ് ആ രഹസ്യം?
ഭൗതിക ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചുവിടുക. ആ രഹസ്യം മനസ്സിലാക്കി ഒരു സദ്ഗുരുവിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരം ഇന്ദ്രിയങ്ങളെ കൃഷ്ണസേവനത്തിലേക്ക് തിരിച്ചുവിടാൻ പരിശീലിക്കുന്ന വ്യക്തിയെയാണ് എന്ത് സാധകൻ എന്ന് വിളിക്കുന്നത്. അവനാണ് യഥാർത്ഥ മോക്ഷത്തിന് അർഹനായ വ്യക്തി. ഇതിൻ്റെ അമൃത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സദ്ഗുരുവിൻ്റെ പ്രസക്തിയാണ്. അപ്പം കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഒരു കലയാണ്. ഈ കല സ്വന്തമായി പഠിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒരു ആചാര്യൻ്റെയോ ഗുരുവിൻ്റെയോ സഹായം തേടണമെന്ന് പറയുന്നത്. ഒരു നല്ല ഗുരുവിന് മാത്രമേ നമ്മുടെ ഓരോ ഇന്ദ്രിയത്തെയും എങ്ങനെ ഭഗവാനിലേക്ക് തിരിച്ചു വിടണമെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഗുരുവിന് ചിലപ്പോൾ നേരിട്ട് വരാൻ പറ്റത്തില്ല, പക്ഷെ ഗുരു എന്ത് ചെയ്യും? ഗുരുവിൻ്റെ പ്രതിനിധിയെ അയക്കും നമ്മൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പം ഗുരു എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കലിയുഗത്തിൽ. അപ്പം ഭഗവാനും പറയുന്നത് ഒരു ഗുരുവിൻ്റെ കീഴിൽ ആരാണോ പരിശീലിക്കുന്നത് ഭക്തി, അവരോട് മാത്രമേ ഞാൻ പ്രീതിപ്പെടൂ എന്ന് ഭഗവാനും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് സ്ഥിതപ്രജ്ഞനാവാൻ വേണ്ടിയിട്ട് സാധിക്കും. 69ാമത്തെ ശ്ലോകം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. യാ നിശാ സർവഭൂതാനാം, സർവജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോഴ് തസ്യാം ജാഗർത്തി സംയമീ, രാത്രിയായിരിക്കുമ്പോഴ് ആത്മസംയമനം കൈവരിച്ചവർ ഉണർന്നിരിക്കുന്നു. അല്ലെ? സർവജീവജാലങ്ങൾക്ക് രാത്രിയായിരിക്കുമ്പോഴ് ആത്മസംയമനം കൈവരിച്ചവര് ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോഴ് അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. ഇവിടെ പറയുന്നത് ഭൗതികവാദിയെയും ആത്മീയവാദിയെയും കുറിച്ചാണ്. അപ്പം ഭൗതികവാദിയും ആത്മീയവാദിയും ഒരേ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും അവർ കാണുന്നതും അനുഭവിക്കുന്നതും തികച്ചും രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണ്. അല്ലേ? അപ്പം കുന്തിദേവിയുടെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുന്തി മഹാറാണി അത്രയും പ്രശ്നത്തിന് നടുക്കാണ് നിൽക്കുന്നത്. അല്ലേ? അപ്പം പുറമേ നിൽക്കുന്ന ഒരാൾ നോക്കുമ്പം വിചാരിക്കുന്നത്? അവർ എണ്ണത്തിൽ കുറവാണ്, അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അല്ലെ? അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ അതിൻ്റെ മറ്റൊരു ആത്മീയ തലം അവർ സന്തോഷത്തിലാണ്. കാരണം അവരുടെ കൂടെ ഭഗവാനുണ്ട്. അല്ലേ? അതാണ് ആത്മീയവാദിയും ഭൗതികവാദിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഭൗതികവാദിയും ആത്മീയവാദിയും ഒരേ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും അവർ കാണുന്നതും അനുഭവിക്കുന്നതും തികച്ചും രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണ്. അല്ലേ? രണ്ട് തരത്തിലുള്ള ബുദ്ധിമാന്മാര്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ പ്രപഞ്ചത്തില് രണ്ട് തരത്തിലുള്ള ബുദ്ധിമാന്മാരുണ്ട്. ആരൊക്കെയാണ് രണ്ടുപേര്? ഒന്ന് ഭൗതിക ബുദ്ധിമാൻ. ഇന്ദ്രിയ സുഖങ്ങൾ എങ്ങനെ കൂടുതൽ ആസ്വദിക്കാം, എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ ലോകത്തിൽ പ്രശസ്തനാകാം എന്ന് ചിന്തിക്കുന്നവര്. അവര് ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അവരെങ്ങനെയാണ് എപ്പോഴും ലൗകിക കാര്യങ്ങളിൽ എപ്പോഴും ഉണർന്നിരിക്കുന്നു. അപ്പൊ ഒരു ആത്മീയ ജ്ഞാനി സാധകൻ സ്വന്തം ആത്മാവിനെ കുറിച്ചും ഞാൻ ഈ ശരീരമല്ല. അല്ലേ? മറ്റു പറഞ്ഞ ആസ്വാദനമൊക്കെ എന്തിനാണ്? ഈ ശരീരത്തിന്റെ ആസ്വാദനമാണ്. അപ്പൊ സ്വന്തം ആത്മാവിനെ കുറിച്ചും പിന്നെയോ ഭഗവാനെ കുറിച്ചും ആത്മീയ സംസ്കാരത്തിൽ ആനന്ദം കണ്ടെടുത്തു. എങ്ങനെ? ആത്മാവിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചും ചിന്തിക്കുന്നവര്. ഭൗതിക ലാഭനഷ്ടങ്ങളില് താല്പര്യമില്ലാത്തവരും ആത്മീയ സംസ്കാരത്തില് ആനന്ദം കണ്ടെത്തുന്നവരുമാണ്. അതാണ് ആത്മീയ ജ്ഞാനി. ഒരിക്കലും ഭൗതിക ലാഭനഷ്ടങ്ങളില് താല്പര്യം കാണില്ല. കുറച്ച് പൈസ കിട്ടിയാലോ പൈസ പോയാലോ സുഖം വന്നാലോ ദുഃഖം വന്നാലോ ഒന്നും ഇവരെ ബാധിക്കാത്തവരാണ്. അവരെന്തിലാണ് ആനന്ദം കണ്ടെത്തുന്നത്? ആത്മീയ സംസ്കാരത്തില് ആനന്ദം കണ്ടെത്തുന്നവരാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതില്, ഭഗവാനെ കുറിച്ച് പറയുന്നതില്, ഭഗവാന്റെ ലീലകൾ കേട്ട് ആസ്വദിക്കുന്നവര്, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്ന രീതിയിൽ ജീവിക്കുന്നവര്, ഭക്തരോടൊപ്പം ജീവിക്കുന്നവര്, ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിലൊക്കെ
ആനന്ദം കണ്ടെത്തുന്നവരാണ് ആര്? ആത്മീയജാനി. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭൗതികപരമായിട്ടുള്ള സുഖവും ദുഃഖവും അവരെ ബാധിക്കുകയില്ല. അപ്പം ഇതിൻ്റെ അമൃത് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ശ്ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തത്വത്തിൻ്റെ പകലും രാത്രിയും. ഇവിടെ പകലും രാത്രിയും എന്നതെന്ത്? സമയത്തെയല്ല, മറിച്ചെന്ത്? മനുഷ്യൻ്റെ ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഭൗതികവാദിയുടെ രാത്രി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു ഭൗതികവാദിക്ക് ആത്മീയ കാര്യങ്ങൾ എന്താണ്? ആത്മീയ കാര്യങ്ങൾ ഭഗവത് ചിന്ത, നാമജപം, ശാസ്ത്ര പഠനം. അപ്പം ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എന്ത്? തികച്ചും വിരസവും ഇരട്ടടഞ്ഞതുമായ രാത്രി പോലെയാണ്. അപ്പം ആ രാത്രിയിൽ എന്ത്? അവൻ ഉറങ്ങുകയാണ്, അജ്ഞതയാണ്. എന്നാൽ ഒരു ജ്ഞാനി ഈ ആത്മീയ രാത്രി എന്താണ്? പൂർണ്ണമായും ഉണർന്നിരിക്കുന്നു. അതിലെന്ത്? പരമാനം കണ്ടെത്തുന്നു. അപ്പം ജ്ഞാനിയുടെ രാത്രി എങ്ങനെയാണ്? ഭൗതികവാദികൾ പണത്തിനും ഇന്ദ്രിയങ്ങൾക്കും വേണ്ടി, ഇന്ദ്രിയ സുഖങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്ന പകലാണ്. അപ്പം ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് രാത്രി പോലെയാണ് എന്ത്? ആ പകൽ. അപ്പം ഭൗതിക സുഖങ്ങളെ ജ്ഞാനി ഒരു സ്വപ്നം മാത്രമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ലൗകികമായ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അദ്ദേഹം എപ്പോഴും എന്ത്? നിസ്സംഗനായി തുടരുന്നു. ഒരു ചെറിയ കഥ പറയാം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന രണ്ടാളുകൾ. അപ്പം ഒരു വലിയ തിയേറ്ററിൽ അതിമനോഹരമായിട്ടുള്ള ഒരു 3D സിനിമ നടക്കുകയാണ്. അങ്ങനെ സങ്കല്പിക്കുക, അവിടെ രണ്ട് സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആളെന്ത്? ഭൗതികവാദി. അവൻ സിനിമയിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുകയാണ്. സ്ക്രീനിൽ എന്താണ്? നായകൻ തകരുമ്പോൾ അവൻ കരയുന്നു, നായകൻ ജനിക്കുമ്പോൾ എന്ത്? സന്തോഷിച്ച് തുള്ളിച്ചാടുന്നു. അപ്പൊ സിനിമയ്ക്കുള്ളിലെ ലോകമാണ് യഥാർത്ഥ ലോകമെന്ന് കരുതി എന്ത്? അവൻ ഭയപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഭൗതിക ലോകത്തിലെ സ്വപ്ന തുല്യമായിട്ടുള്ള സുഖദുഃഖങ്ങൾ. നമ്മുടെ അവസ്ഥയാണ്. എന്താണ്? ഈ ഒരൊറ്റ പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാം. ആ സിനിമയിലെ പോലെ ആ സിനിമ കാണുന്ന രണ്ട് വ്യക്തികൾ. ഇപ്പോൾ ഒരു ഭൗതികവാദിയായിട്ടുള്ള വ്യക്തി എങ്ങനെയാണ് ആ സിനിമ കാണുന്നത്? ആ സ്ക്രീനിൽ നായകൻ കരയുമ്പോൾ പുള്ളി കരയും, നായകൻ സന്തോഷിക്കുമ്പോൾ പുള്ളി തുള്ളിച്ചാടും. അപ്പം അതാണ് ഏറ്റവും വലിയ യഥാർത്ഥ ലോകമെന്ന് കരുതി അവനെന്ത്? ഭയപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതുപോലെയാണെന്ത്? ഭൗതിക ലോകത്തിലെ സ്വപ്ന തുല്യമായിട്ടുള്ള സുഖദുഃഖങ്ങൾ. നമ്മൾ ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളും ഒരു സിനിമയിൽ കാണുന്നത് പോലെയാണ്. കാരണം എന്താണ്? ഇത് ആ സിനിമ തീരുമ്പം അത് തീരും. അതുപോലെയാണ് നമ്മൾ നമ്മുടെ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഇതും തീരും. പിന്നെ എന്താണുള്ളത്? ബാക്കിയാവുന്നത് നമ്മുടെ ആത്മാവും ഭഗവാനും മാത്രം. അപ്പം ആ ശാശ്വതമായ സംഗതിക്ക് വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മുടെ സമയം നമ്മൾ ചിലവഴിക്കണം. ഇപ്പം രണ്ടുപേരാണ് സിനിമ കാണുന്നത്. ഇപ്പം രണ്ടാമത്തെ ആൾ ആത്മീയ ജ്ഞാനി. അവനെന്താണ്? സിനിമ കാണുന്നുണ്ടെങ്കിലും തിയേറ്ററിൻ്റെ പ്രൊജക്ടറിൽ മുറിയിലേക്ക് നോക്കുന്നു. അല്ല, തിയേറ്ററിൻ്റെ പ്രൊജക്ടർ എന്താണ്? ആ മുറിയിലേക്ക് നോക്കുന്നു. അവിടെയുള്ള വലിയ പ്രോജക്ടറിൽ നിന്നുള്ള വെളിച്ചം ഒരു വെളുത്ത സ്ക്രീനിൽ എന്ത് വീഴുമ്പോഴാണ് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നും സിനിമയിലെ തീ കണ്ടിട്ട് പേടിക്കേണ്ടതില്ല, അത് സ്ക്രീനിനെ പൊള്ളിക്കില്ലെന്നും അവനറിയാം. സിനിമയിലെ സുഖദുഃഖങ്ങൾ വെറും വെളിച്ചത്തിൻ്റെ കളിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെന്ത്? ശാന്തനായിരുന്ന് ആ സിനിമ കാണുന്നു. അതുപോലെയാവണമെന്ത് നമ്മളും. അപ്പം ഈ ഭൗതിക ലോകം എങ്ങനെ മനസ്സിലാക്കണം? ഈ ഭൗതിക ലോകം ഭഗവാന്റെ മായയാകുന്ന ഒരു വലിയ സിനിമയോ സ്വപ്നമോ ആണ്. ഭൗതികവാദി ഈ സ്വപ്നത്തിൽ വീണ് ചിലപ്പോൾ സന്തോഷിക്കുകയും ചിലപ്പോൾ ദുഃഖിച്ച് കരയുകയും ചെയ്യുന്നു. എന്നാൽ ആത്മീയജ്ഞാനിയോ ഈ സ്വപ്നത്തിന് പിന്നിലെ പരമസത്യമായ ഭഗവാൻ കൃഷ്ണനെ ദർശിക്കുന്നു. താനീ ഭൗതിക ശരീരമല്ല, ഭഗവാന്റെ നിത്യസേവകനായ ആത്മാവാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. അദ്ദേഹം എന്താണ്? എപ്പോഴും ശാന്തനും കൃഷ്ണാവബോധത്തിൽ ഉണർന്നിരിക്കുന്നവനും ആയിരിക്കും. 70ാമത്തെ ശ്ലോകം. ആപൂര്യമാണമചല പ്രതിഷ്ഠം
സമുദ്രമാപാ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉത്ക്ഷോഭമില്ലാതെ സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് എന്ത് ശാന്തി ലഭിക്കുന്നത്. അല്ലേ? എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും എപ്പോഴും എന്താണ് സമുദ്രത്തിലേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കുമല്ലേ നദികളിൽ നിന്ന്. അതുപോലെ എന്താണ് മനുഷ്യരിലേക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ആ സമുദ്രവും ശോഭം പ്രകടിപ്പിക്കുന്നില്ല, ഇത്രയും നദികൾ വരുന്നുണ്ട് എങ്കിലും. അതുപോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുക. അപ്പം നമ്മളിലേക്കും ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പല ആഗ്രഹങ്ങൾ. ചിലത് നമുക്ക് നടക്കത്തില്ല, അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്ന മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. അല്ലേ? വരുന്ന ആഗ്രഹങ്ങളെ എല്ലാം പ്രക്ഷുബ്ധനാകാതെ വേണം? ശാന്തനായിട്ട് ഇരിക്കണം, പ്രക്ഷുബ്ധനാകാതെ. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവൻ കിട്ടില്ല? ശാന്തി ലഭിക്കില്ല. അപ്പം ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ശരീരമുള്ളതും ശരീരമുള്ള കാലത്തോളം പലവിധ ആവശ്യങ്ങളും പലവിധ ആഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനെ പൂർണ്ണമായി തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. എന്നാൽ ഒരു സാധാരണക്കാരനും കൃഷ്ണഭക്തനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ആഗ്രഹം മനസ്സിൽ വന്നാൽ പോലും അയാൾ അസ്വസ്ഥനാകും. കാറ്റിൽ ഉലയുന്ന ചെറിയൊരു തോണിയെപ്പോലെ അയാളുടെ മനസ്സ് ഇളകി മറിയുന്നു. കൃഷ്ണഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് എത്രയോ ആഗ്രഹങ്ങൾ വന്നാലും അദ്ദേഹം ഒരിക്കലും ചലിക്കുകയില്ല. തൻ്റെ ആന്തരികമായ ഭക്തി കാരണം അദ്ദേഹം എപ്പോഴും പൂർണ്ണനാണ്. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിനാൽ അദ്ദേഹത്തിന് ബാഹ്യമായ ഒന്നും ആഗ്രഹിക്കേണ്ടി വരുന്നില്ല. അപ്പം മറ്റുള്ളവർ എന്തുകൊണ്ടാണ് അസംതൃപ്തരാകുന്നത്? ഭഗവത്ഗീതയിൽ ഒരു നിരീക്ഷണം ഈ ഭാഗത്ത് എന്താണ്? ഭൗതികവാദികൾ മാത്രമല്ല, ചില ആത്മീയവാദികൾ പോലും ചില സമയങ്ങൾ അസ്വസ്ഥരാണ്. ഭൗതിക വിജയത്തിന് പിന്നാലെ ഓടുന്നവര് അവരുടെ ആഗ്രഹങ്ങൾ തീരാത്തത് കൊണ്ട് അവര് ദുഃഖിതരാണ്. പിന്നെയോ കുറെ പേരുടെ കാര്യം പറയുന്നുണ്ട്. ഭഗവത്ഗീതയില് ഒരു നിരീക്ഷണമുണ്ട്. ഭൗതികവാദികൾ മാത്രമല്ല, ചില ആത്മീയവാദികളും ചില സമയങ്ങളിൽ അസ്വസ്ഥരാണ് എന്ന്. ഇപ്പോൾ കർമ്മഠന്മാര്, മുക്തിഗാമികള്, യോഗികള്, ഇങ്ങനെ 3 പേരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം കർമ്മഠന്മാരെന്താണ്? ഭൗതിക വിജയത്തിന് പിന്നാലെ ഓടുന്നവര്. അവരുടെ ആഗ്രഹങ്ങൾ തീരാത്തത് കൊണ്ട് അവര് ദുഃഖിതരാണ്. പിന്നെ 2 മുക്തിഗാമികള്, മോക്ഷം അല്ലെങ്കിൽ ലിബറേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവര്. അവർക്കും മുക്തി എന്നൊരു ആഗ്രഹം ഉള്ളതിനാല് എന്തുണ്ടാവില്ല? പൂർണ്ണമായിട്ടും സമാധാനം ഉണ്ടാകില്ല. പിന്നെ യോഗികള്, അമാനുഷ്യ ശക്തികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവര്. എന്തുകൊണ്ടാണ്? യോഗികളുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം സമാധിയാണ്. പക്ഷെ അവർ ഈ യോഗ ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് കിട്ടും? ചില സിദ്ധികൾ കിട്ടും. അവർ അതിൻ്റെ പുറകിൽ പോകും. പിന്നെ മുക്തിഗാമികള്, മോക്ഷം ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ ഇവിടുന്ന് ജന്മമരണ ചക്രത്തിൽ നിന്ന് എങ്ങനെയും ഓടിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നവര്. അപ്പോൾ എന്താണ്? അവർക്ക് ഈ മുക്തി ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അവരും അസ്വസ്ഥരാണ്. പിന്നെ കർമ്മഠന്മാര്, അവരെന്താണ്? ഭൗതിക വിജയത്തിന് പിന്നാലെ ഓടുന്നവർ. അവരുടെ ആഗ്രഹങ്ങൾ തീരാത്തതുകൊണ്ട് അവരും ദുഃഖിതരാണ്. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത പറയുന്നത് ചില ഭൗതികവാദികൾ മാത്രമല്ല, ചില ആത്മീയവാദികൾ പോലും അസ്വസ്ഥരാണെന്ന് പറയുന്നത്. അപ്പം ഇതിനെല്ലാം ഉപരിയാണ് ഒരു ഭക്തന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു ഭക്തന്റെ അവസ്ഥ എന്താണ്?
ഒരു കൃഷ്ണഭക്തന് മോക്ഷം പോലും ആവശ്യമില്ല. ഭഗവാന്റെ പ്രേമപൂർണമായ സേവനത്തിൽ അദ്ദേഹം ഇതിനകം തന്നെ പരമാനന്ദം അനുഭവിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മുക്തി പോലും അദ്ദേഹത്തിന് ആവശ്യമില്ല. എവിടെയാണോ ഭഗവാന്റെ സേവനമുള്ളത്, എവിടെയാണോ ഭഗവാന്റെ നാമമുള്ളത്, അതിൽ തൃപ്തനായിട്ട് ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സമുദ്രത്തെക്കാൾ മികച്ചൊരു ഉദാഹരണമില്ല. വർഷകാലമാകുമ്പോൾ ലോകത്തിലെ എല്ലാ വലിയ നദികളും, ഗംഗയായാലും യമുനയായാലും ആമസോൺ ആയാലും എല്ലാം കര കവിഞ്ഞൊഴുകി കോടിക്കണക്കിന് ലിറ്റർ വെള്ളവുമായി വന്നു ചേരുന്ന എവിടെയാണ്? മഹാസമുദ്രത്തിലേക്കാണ്. അപ്പം ഇത്രയധികം നദീജലം കുത്തിയൊഴുകി വന്നിട്ടും സമുദ്രം അതിൻ്റെ തീരം ലംഘിച്ച് എങ്ങോട്ട് പോകാറില്ല, മുന്നോട്ട് വരാറില്ല. അതുപോലെ കടുത്ത വേനൽക്കാലത്ത് നദികൾ വറ്റുമ്പോഴും സമുദ്രം എന്താവുന്നില്ല, വറ്റിപ്പോകാറില്ല. അത് എപ്പോഴും ഒരേപോലെ ശാന്തവും സുസ്ഥിരവുമായിരിക്കും. ഇതുപോലെ ഈ ശ്ലോകം പറഞ്ഞില്ല, ഇതുപോലെയാണെന്ത് കൃഷ്ണാവബോധമുള്ള ഒരു ജ്ഞാനിയുടെ മനസ്സും. ഭൗതിക ലോകത്തിലെ ആഗ്രഹങ്ങളാകുന്ന നദികൾ പല ദിശകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒഴുകിയെത്താം. എന്നാൽ ആ ആഗ്രഹത്തിൻ്റെ ആ ആഗ്രഹങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സാകുന്ന മഹാസമുദ്രത്തെ ഇളക്കി മറിക്കാൻ കഴിയില്ല. അപ്പം ഭഗവത് പ്രേമമാകുന്ന അമൃത് കൊണ്ട് ഭക്തന്റെ ഹൃദയം എപ്പോഴും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ഒന്നിനും അദ്ദേഹത്തിന്റെ ആന്തരിക സമാധാനത്തെ തകർക്കാൻ കഴിയില്ല. ഇതാണ് യഥാർത്ഥ കൃഷ്ണാവബോധത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥ കൃഷ്ണാവബോധത്തിന്റെ ശക്തി? ഭഗവത് പ്രേമമാകുന്ന അമൃത് കൊണ്ട് ഭക്തന്റെ ഹൃദയം എപ്പോഴും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ഒന്നിനും അദ്ദേഹത്തിന്റെ ആന്തരിക സമാധാനത്തെ തകർക്കാൻ കഴിയില്ല. ഇതാണ് യഥാർത്ഥ കൃഷ്ണാവബോധത്തിന്റെ ശക്തി. 71-ാമത്തെ ശ്ലോകം. വിഹായ കാമാന്യ സർവാൻ പുമാംശാരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. എല്ലാ വൈഷയിക അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശ ബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ഇപ്പം എല്ലാ വൈശികാഭിലാഷങ്ങളിൽ നിന്നും എല്ലാ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും സ്വയം മുക്തനായിട്ട് എല്ലാത്തരം ഉടമാവകാശ ബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായിട്ട് എല്ലാം ഭഗവാന്റേതാണെന്ന് കരുതുന്നവന്, എന്തും നമ്മൾ പോലും ഭഗവാന്റേതാണെന്ന് കരുതുന്നവന്, അങ്ങനെ നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയും. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രമായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന വീടായിക്കോട്ടെ, എല്ലാം ഭഗവാന്റേതാണെന്ന് കാണുന്നവന്, അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ആത്മീയ തത്വവും അതിലടങ്ങിയിരിക്കുന്ന രഹസ്യവും അത് വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ ഒരു ഉദാഹരണവും കൂടി നമുക്ക് നോക്കാം അർജുനന്റെ. തത്വം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ ആഗ്രഹരാഹിത്യം. ഒരു ജീവനുള്ള മനുഷ്യൻ ഒരിക്കലും ആഗ്രഹങ്ങളോ വികാരങ്ങളോ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വന്നാൽ ഒരു കല്ല് പോലെയോ ജഡം പോലെയോ ആയിത്തീരും. ഇവിടെയാണ് കൃഷ്ണാവബോധത്തിന്റെ മനോഹരമായ കാഴ്ചപ്പാട് പ്രസക്തമാകുന്നത്. എന്താണ് വേണ്ടത്? ആഗ്രഹങ്ങളുടെ ഗുണനിലവാരം മാറ്റുക. സ്വന്തം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് ഭഗവാൻ കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ വളർത്തിയെടുക്കുന്നതിനെയാണ് യഥാർത്ഥ ആഗ്രഹരാഹിത്യം എന്ന് വിളിക്കുന്നത്. അപ്പം യഥാർത്ഥ ആഗ്രഹരാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് ഭഗവാൻ കൃഷ്ണന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ
വളർത്തിയെടുക്കുന്നതിനെയാണ് എന്ത് യഥാർത്ഥ ആഗ്രഹരാഹിത്യം എന്ന് വിളിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈശോ പരിഷത്തിൽ പറയുന്ന ഈശാവാസ്യം അല്ലെ, ഈശാവാസ്യം ഇതം സർവം, ഈ ലോകത്തിലുള്ള സർവ്വതും ഭഗവാൻ കൃഷ്ണന്റേതാണ്. ഈ ശരീരമോ ഇവിടെയുള്ള സമ്പത്തോ എന്റേതാണെന്ന വ്യാജമായ ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കുന്നതാണെന്ത് കൃഷ്ണാവബോധത്തിന്റെ പൂർണ്ണത. നമ്മൾ ഭഗവാന്റെ നിത്യസേവകരാണെന്ന ആത്മസാക്ഷാത്കാരം ഇവിടെ കൈവരുന്നു. ഓൾറെഡി മുമ്പ് പറഞ്ഞതാ അല്ലേ. അപ്പം യഥാർത്ഥ സമാധാനത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ഭഗവാന് തുല്യരോ ഭഗവാനേക്കാൾ വലിയവരോ അല്ല, മറിച്ച് ഭഗവാന്റെ നിത്യമായ ഒരു ചെറിയ അംശം മാത്രമാണ്. ഈ ബോധം ഉണ്ടാകുമ്പോൾ മനുഷ്യനിലെ അഹങ്കാരമില്ലാതാകുന്നു. എല്ലാം ഭഗവാന്റേതാണ്, ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന് പൂർണ്ണമായും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സമാധാനത്തിന്റെ അടിസ്ഥാന തത്വം. നമുക്ക് അർജുനന്റെ ഒരു ഉദാഹരണം കൂടി പറയാം. മറച്ചിലാവുന്നുണ്ടെന്ന് കരുതുന്നു എല്ലാവർക്കും അല്ലേ. നമ്മൾ ഭഗവാന് തുല്യരല്ല. മറ്റു പലരും പറയുന്നുണ്ട് നമ്മളും ഭഗവാനാണ് എന്ന്. അപ്പം നമ്മൾ ഭഗവാന് തുല്യരല്ല, പിന്നെയോ ഭഗവാനേക്കാൾ വലിയവരോ അല്ല, മറിച്ച് എന്താണ്, നമ്മൾ ഭഗവാന്റെ നിത്യമായ ഒരു അംശമാണ് അല്ലേ. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ നിത്യമായ അംശമാണെന്ത് ജീവാത്മാക്കൾ, നമ്മളും. അപ്പം ഈ ഒരു ബോധം ഉണ്ടാകുമ്പോഴെന്ത് നമ്മുടെ അഹങ്കാരം ഇല്ലാതാകുന്നു. എങ്ങനെ? എല്ലാം ഭഗവാന്റേതാണ്, ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്ന പൂർണ്ണമായി തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സമാധാനത്തിന്റെ അടിസ്ഥാന തത്വം. അപ്പൊ ഇതൊന്ന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മഹാഭാരത യുദ്ധക്കളത്തില് അർജുനന്റെ ആ മാറ്റം നോക്കിയാൽ മതി. അപ്പം കുരുക്ഷേത്ര യുദ്ധത്തില് തുടക്കത്തില് അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഗാണ്ഡീവം താഴെ വെക്കും. എന്തുകൊണ്ടാണ് അർജുനൻ ചിന്തിച്ചത്? സ്വന്തം സുഖത്തെക്കുറിച്ചാണ്. എൻ്റെ ബന്ധുക്കളെ കൊന്നിട്ട് എനിക്ക് എന്ത് രാജസുഖം കിട്ടാനാണ്, എനിക്ക് ഈ യുദ്ധം വേണ്ട. ഇവിടെ യുദ്ധം ചെയ്യാതിരിക്കാൻ അർജുനൻ ആഗ്രഹിച്ചത് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയായിരുന്നു. രണ്ടാമത്തെ അവസ്ഥ. പിന്നീട് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചതിന് ശേഷം അർജുനന് കൃഷ്ണാവബോധമുണ്ടായി അല്ലേ. അർജുനൻ മനസ്സിലാക്കിയത് താൻ സ്വന്തം ലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാന്റെ ആഗ്രഹം നിറവേറ്റാനാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന്. അപ്പൊ അവിടെ വന്ന മാറ്റം എന്താണ്? അർജുനന് വ്യക്തിപരമായി യുദ്ധം ചെയ്യാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അത് ആഗ്രഹിച്ചതുകൊണ്ട് അർജുനൻ തന്റെ പൂർണ്ണ ശക്തിയോടെ ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു. മനസ്സിലാക്കേണ്ടത് ആഗ്രഹങ്ങളെ കൃത്രിമമായി അടിച്ചമർത്താൻ നോക്കരുത്, അത് പരാജയപ്പെടും. പകരം നമ്മുടെ ആഗ്രഹങ്ങളെ വേണം? കൃഷ്ണാവബോധത്തിലേക്ക് വഴിതിരിച്ചു വിടുക. അർജുനനെ പോലെ നമ്മുടെ ഓരോ കർമ്മവും ഭഗവാന്റെ തൃപ്തിക്കായി ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾക്കും ഭൗതിക കെട്ടുപാടുകൾക്കും അതീതരാകും. ഈ ഒരു സമർപ്പണ ബോധത്തിൽ മാത്രമാണ് മനുഷ്യന് യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളെ കൃത്രിമമായിട്ട് അടിച്ചമർത്താൻ നോക്കരുത്. പല സന്യാസിമാരും ഒക്കെ നമുക്കറിയാം, പല രീതിയിൽ പല ഇതും അറിയാം. അവരൊക്കെ കൃത്രിമമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് മനസ്സിനെ അടക്കി വെച്ചിരിക്കും. അത് പക്ഷെ ചെയ്യും? കൂടുതൽ കാരണം അവർക്ക് ആക്ടിവിറ്റീസ് ഇല്ല, കൃത്രിമമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം എപ്പോഴും വേണമെങ്കിലും താഴെ വീഴാൻ വേണ്ടിയിട്ട് അല്ലേ, ഫോൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? കൃത്രിമമായിട്ട് അടിച്ചമർത്താൻ നോക്കരുത്, പരാജയപ്പെടും. പകരം വേണം? കാരണം കൃത്രിമമായിട്ട് അടിച്ചമർത്താൻ നോക്കിയാൽ വീണ്ടും ആഗ്രഹങ്ങൾ പൊങ്ങി വരും അല്ലേ. ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം. അപ്പം അതുകൊണ്ടാണ് മുന്നേയൊക്കെ നമ്മൾ പറഞ്ഞ ആഗ്രഹങ്ങളെ എങ്ങോട്ട് വീഴണം? വഴിതിരിച്ച് വീഴണം, ആ ഹയർ ടേസ്റ്റ് കിട്ടണം എന്ന് പറയുന്നത്. അപ്പം പകരം നമ്മുടെ ആഗ്രഹങ്ങളെ കൃഷ്ണാവബോധത്തിലേക്ക് തിരിച്ചു വിടുക. അർജുനനെ പോലെ നമ്മുടെ ഓരോ കർമ്മവും ഭഗവാന്റെ തൃപ്തിക്കായി ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾക്കും ഭൗതിക കെട്ടുപാടുകൾക്കും അതീതരാകും. ഈ ഒരു സമർപ്പണ ബോധത്തിൽ മാത്രമാണ് മനുഷ്യന് യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നത്. നമ്മൾ 72ാമത്തെ ശ്ലോകം, ഈ അധ്യായത്തിലെ ലാസ്റ്റ് ശ്ലോകത്തിലേക്ക് കടക്കാം. യേശാ ഭ്രാമേ സ്ഥിതി പാർത്ഥ
നൈനാം പ്രാപ്യ വിമോഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേ അപി ബ്രഹ്മനിർവാണമിച്ഛതി. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ എന്ത് ഭഗവദ്ധാമത്തിലെത്തും. ഈ പറയുക ഈ നമ്മൾ അന്ന് ഉപദേശിച്ച സമയത്ത് അധ്യായം അല്ല ഉപദേശിച്ചത്, മൊത്തം ഉപദേശിച്ചതാണ്. എങ്കിൽ പോലും പിന്നീട് വന്ന ആചാര്യന്മാരാണെന്ത് അധ്യായമായിട്ട് തിരിച്ചത്, ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കുക, ഈ അധ്യായം, ഈ 2-ാം അധ്യായം മൊത്തം പഠിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടും ഉറപ്പായിട്ട് എവിടെ എത്താൻ പറ്റും? ഭഗവദ്ധാമത്തിലെത്താൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ? ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ എന്ത് നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവനെന്ത് ഭഗവദ്ധാമത്തിലേക്കും. എങ്ങനെ? സ്ഥിതപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞനായിട്ടുള്ള വ്യക്തി എവിടെ എത്തും? ഭഗവദ്ധാമത്തിൽ എത്തിച്ചേരും. അപ്പം ഭഗവത്ഗീതയിൽ പ്രധാനപ്പെട്ട അധ്യായമായ 2-ാം അധ്യായത്തിന്റെ അതിമനോഹരമായ ഉപസംഹാരമാണെന്ത് ഇവിടെയുള്ളത്. യഥാർത്ഥ നിർവ്വാണം, ബ്രഹ്മനിർവ്വാണം എന്ന് പറയുന്നുണ്ട്. അപ്പം ബുദ്ധമത തത്വചിന്ത പ്രകാരം നിർവ്വാണം എന്നാൽ എന്ത്? ഭൗതിക ജീവിതം അവസാനിക്കുന്നതോടെ എല്ലാം ശൂന്യതയിലേക്ക് മറയുന്ന അവസ്ഥ. അതാണ് ശൂന്യവാദി എന്ന് പറയുന്നത്, ആര്? ബുദ്ധനെ. എന്നാൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്ത്? മറ്റൊന്നാണ്. ഭൗതിക ജീവിതത്തിന്റെ അവസാനമാണെന്ത്? യഥാർത്ഥ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം. അപ്പം കൃഷ്ണാവബോധം എന്നത് കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്തും നേടാം, അല്ലെങ്കിൽ വെറും ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കി അംഗീകരിച്ചും സ്വന്തമാക്കാം. ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും പൂർണ്ണമായും മുക്തനായി ഭഗവാന്റെ പരമമായി തലത്തിൽ ജീവിക്കുന്ന അവസ്ഥയാണെന്ത്? ആ ബ്രഹ്മനിർവ്വാണം എന്ന് പറഞ്ഞില്ലേ ശ്ലോകത്തിൽ. അപ്പം അതിനാണ് പറയുന്നത് ബ്രാഹ്മീ സ്ഥിതി. അപ്പം ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരാള് കൃഷ്ണാവബോധം കൈവരിച്ചാൽ എല്ലാ സേവനവും കൃഷ്ണന് വേണ്ടിയിട്ട്, എപ്പോൾ നോക്കിയാലും കൃഷ്ണനാമം, ബാക്കി ജോലികൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൃഷ്ണന് വേണ്ടിയിട്ട്, അങ്ങനെയെല്ലാം എന്ത് ഒരു സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ എന്ത് അയാൾ ഇപ്പോൾ തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, ഗോലോകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കാരണം എന്ത്? ഭഗവത് സേവനവും ദൈവരാജ്യവും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും ഒന്നാണ്. കാരണം എന്ത്? ഇവിടെ നിൽക്കുമ്പോഴും സുഖവും ദുഃഖവും ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ, ഗോലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഗോലോകം, അവിടെയും ഇങ്ങനെ സംഗതികളൊന്നുമില്ലാത്ത സ്ഥലമാണ്. അപ്പം ഇതിൽ നമ്മുടെ ആചാര്യനായിട്ടുള്ള ഭക്തിവിനോദ് ഠാക്കൂർ വ്യക്തമാക്കുന്നത് പോലെ എന്ത്? ഭഗവത്ഗീതയുടെ മുഴുവൻ സാരവും അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ഈ 2-ാം അധ്യായത്തിലാണ്. ഇതിലാണെന്ത് കറക്റ്റായിട്ട് നമ്മളെന്ത് കർമ്മയോഗവും ജ്ഞാനയോഗവും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവയ്ക്കെല്ലാം ഉപരിയായ എന്ത്? ഭഗവത്ഗീതയുടെ പരമലക്ഷ്യമായ ഭക്തിയോഗത്തിൻ്റെ മനോഹരമായ ഒരു നേർക്കാഴ്ചയും എന്ത് നമ്മളിതിലൂടെ പഠിച്ചു. അപ്പം വില്വമംഗല ഠാക്കൂർ, അദ്ദേഹം എല്ലാവർക്കും അറിയാം, ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നെങ്കിൽ എന്ത് അദ്ദേഹം ചിന്താമണി എന്ന് പേരുള്ള ഒരു ഗണികയുമായിട്ട് അത്യധികം എന്ത് പ്രണയത്തിലായിരുന്നു. അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി സ്വന്തം മാതാപിതാക്കളെ പോലും മറന്ന് എപ്പോഴും അവരുടെ ചിന്തയിൽ മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്താണ്? ആ ഭൗതികപരമായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, ആസക്തിയായിരുന്നു. ഒരിക്കൽ വില്വമംഗലത്തിൻ്റെ പിതാവ് അന്തരിച്ചു. ആ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സെന്ത് ചിന്താമണിയെ കാണാനാണ് വെമ്പൽ കൊണ്ടത്. അന്ന് രാത്രിയിൽ കഠിനമായ മഴ പെയ്യുന്ന സമയം, ഇടിയും മിന്നലുമുള്ള ആ ഭീകരമായിട്ടുള്ള രാത്രിയിൽ അദ്ദേഹം ചിന്താമണിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. വഴിയിൽ വലിയ ഒരു നദി കരകവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തോണികളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ചിന്താമണിയെ കാണാനുള്ള അന്ധമായ കാമം കാരണം നദിയിലൂടെ ഒഴുകി വന്ന ഒരു ശവത്തെ മരത്തടിയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ പിടിച്ച് അദ്ദേഹം എന്ത് നദി നീന്തിക്കടക്കും. അവളുടെ വീടിന്റെ മുന്നിലെത്തിയപ്പോഴ് മതിലെന്ത് കെട്ടിയടച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഭൗതിക അന്ധത ബാധിച്ച അദ്ദേഹം മതിലിൽ തൂങ്ങിക്കിടന്ന ഒരു വിഷപ്പാമ്പ് എന്ത് കയറാണെന്ന് കരുതി അതിൽ പിടിച്ച്, ഒരു വിഷപ്പാമ്പിനെ കയറാണെന്ന് കരുതി
അതിൽ പിടിച്ച് മതിൽ ചാടിക്കടന്ന് എവിടെ എത്തും? ചിന്താമണിയുടെ മുറിയിലെത്തും. ആ നനഞ്ഞ് കുതിർന്ന് ശവത്തിൻ്റെ നാറ്റവുമായിട്ട് വന്നു കഴിഞ്ഞാൽ വില്വമംഗലത്തെ കണ്ട് ചിന്താമണി ഞെട്ടിപ്പോകും. അദ്ദേഹം നദി കടന്നതും മതിൽ ചാടിയതുമായ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവൾക്ക് എന്താവും? അത്ഭുതവും ഒപ്പം കടുത്ത വൈരാഗ്യവും തോന്നും. അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, വില്വമംഗല, ചീഞ്ഞു നാറുന്ന രക്തവും മാംസവുമുള്ള എൻ്റെ ഈ നശ്വരമായ ശരീരത്തോട്, നോക്കുക എന്താണ് അവർ പറഞ്ഞു കൊടുത്തത്? ചീഞ്ഞു നാറുന്ന രക്തവും മാംസവുമുള്ള എൻ്റെ ഈ നശ്വരമായ ശരീരത്തോട് നിങ്ങൾ കാണിച്ച ആസക്തിയുടെ കാമത്തിൻ്റെ 100-1 ഭഗവാൻ കൃഷ്ണനോട് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് പരമമായ മോക്ഷം ലഭിക്കുമായിരുന്നല്ലോ. അവർ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും വൃത്തികെട്ട സാധനമാണ് എന്ത്? നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം അല്ലേ? ചീഞ്ഞു നാറുന്ന രക്തവും മാംസവുമുള്ള എൻ്റെ ഈ നശ്വരമായ ശരീരം അല്ലേ, ശാശ്വതമല്ല, ഒരിക്കലും നശിച്ചു പോകുന്ന ശരീരത്തോട് നിങ്ങൾ ഈ കാണിച്ച ആസക്തിയുടെ 100-1 ഭഗവാൻ കൃഷ്ണനോട് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ സമയം കൊണ്ട് പരമമായ മോക്ഷം ലഭിക്കുമായിരുന്നല്ലോ നിങ്ങൾക്ക്. അപ്പം ആ ഒരു നിമിഷം അദ്ദേഹത്തിന് സംഭവിച്ച മാറ്റം വലുതാണ്. എന്ത്? മഴവെള്ളം മുഖത്തടിക്കുന്നത് പോലെയാണെന്ത്? ചിന്താമണിയുടെ ആ വാക്കുകൾ വില്വമംഗലത്തിൻ്റെ ഹൃദയത്തിൽ പതിച്ച് അദ്ദേഹം വല്ലാത്തൊരു ആത്മീയ ഉണർവുണ്ടായി. അദ്ദേഹത്തിന് കൃഷ്ണാവബോധം ഉണർന്നു എന്നാണ് പറയുന്നത്. വെറും ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കാമം മുഴുവൻ കരിഞ്ഞു പോയി. അദ്ദേഹം അവിടെ നിന്ന് നേരെ എവിടേക്ക് പോയി? വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. തനിക്ക് ഭൗതിക ആസക്തി ഉണ്ടാക്കിയ കണ്ണുകളെ എന്ത് ചെയ്യും? അദ്ദേഹം കുത്തിപ്പൊട്ടിക്കും. കാരണം ബാഹ്യമായ കണ്ണുകൾ അടയുമ്പോൾ മാത്രമേ ആന്തരികമായ കൃഷ്ണാവബോധം പൂർണ്ണമാകൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം വൃന്ദാവനത്തിലിരുന്ന് ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് ദർശിക്കുകയും ലോകപ്രശസ്തമായിട്ടുള്ള ശ്രീകൃഷ്ണ കർണാമൃതം എന്ന അത്ഭുത കാവ്യം രചിക്കുകയും ചെയ്തു. അപ്പം ചൈതന്യ മഹാപ്രഭുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഗ്രന്ഥമായിരുന്നത് ശ്രീകൃഷ്ണ കർണാമൃതം. അപ്പം ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ തത്വം എന്താണ്? വില്വമംഗലത്തിന് ഭൗതിക വസ്തുക്കളോട് അതിശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒരു നിമിഷം കൊണ്ട് ആ ആഗ്രഹത്തിൻ്റെ ദിശ ഭഗവാനിലേക്ക് തിരിഞ്ഞപ്പോൾ എന്തായി? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അത്രയും കാമം എന്തായിട്ട് മാറി? ഭക്തിയായിട്ട് മാറി. അതാണ് പറയുന്നത്, നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ എന്ത് വേണം? ഭഗവാനിലേക്ക് മാറുമ്പോഴെന്ത് ചെയ്യും? ഭക്തിയായിട്ട് മാറും എല്ലാ ആഗ്രഹങ്ങളും. അങ്ങനെ അദ്ദേഹം എന്തായി? പരമഹംസനായിട്ട് മാറി. അപ്പം നമ്മൾ എത്ര വലിയ പാപിയോ ഭൗതികവാദിയോ ആകട്ടെ, ഒരു നിമിഷം കൊണ്ട് ഭഗവാനിലേക്ക് തിരിയാൻ തീരുമാനിച്ചാൽ അപ്പോൾ തന്നെ ബ്രഹ്മനിർവാണം അല്ലെങ്കിൽ ആത്മീയ സുഖം അനുഭവിക്കാൻ തുടങ്ങും. ചിന്താമണി ഇവിടെ അദ്ദേഹത്തിന് ഒരു ശിക്ഷാഗുരുവായി മാറുകയാണ് ചെയ്തത്. അപ്പം ഭക്തി എന്ന് പറയുന്നത് ആർക്കും അസാധ്യമല്ലല്ലേ? നമ്മൾ എത്ര വലിയ പാപിയോ ഭൗതികവാദിയോ ആകട്ടെ, ഒരു നിമിഷം കൊണ്ട് ഭഗവാനിലേക്ക് തിരിയാൻ തീരുമാനിച്ചാൽ അപ്പോൾ തന്നെ ബ്രഹ്മനിർവാണം അല്ലെങ്കിൽ ആത്മീയ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള അടിത്തറവാകുന്ന 2-ാം അധ്യായത്തിൻ്റെ എൻഡിങ് അല്ലെങ്കിൽ പ്രഭുപാദരുടെ വിശദീകരണവും അല്ലെങ്കിൽ ഭഗവാൻ അർജുനനോട് ഉപദേശിച്ച ശ്ലോകങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പം ഭൗതിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയിൽ തുടങ്ങി ആത്മാവിൻ്റെ നിത്യതയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഇന്ദ്രിയങ്ങളെ കൃഷ്ണാവബോധത്തിൽ അർപ്പിച്ചു ജീവിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെ ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു എന്ന് ഈ അധ്യായം നമുക്ക് കാണിച്ചു തന്നു. അപ്പം ഈ 2-ാം അധ്യായം മുഴുവൻ നൽകിയ ആത്മീയ യാത്രയെയും അതിൻ്റെ പരമമായ അമൃതിനെയും നമുക്ക് 3 പ്രധാന ഘട്ടങ്ങളായിട്ട് സംഗ്രഹിക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒന്ന് രോഗനിർണയം, അർജുനന്റെ വിഷാദവും ഭൗതിക അന്ധതയും. അധ്യായത്തിന്റെ തുടക്കത്തിൽ അർജുനൻ ഭൗതികമായ ആസക്തികൾ ശരീരത്തോടും ബന്ധുക്കളോടുമുള്ള അറ്റാച്ച്മെന്റ് കാരണം യുദ്ധക്കളത്തിൽ വെച്ച് തളർന്നു പോകുന്നു. നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ
പ്രതീകമാണത്. ഈ അവസ്ഥയിൽ നിന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. അപ്പം അതിനുള്ള ചികിത്സ എന്തായിരുന്നു? ആത്മജ്ഞാനവും യുക്തവൈരാഗ്യവും. തുടർന്ന് ഭഗവാൻ നൽകുന്ന ചികിത്സ എന്താണ്? വളരെ ലളിതവും ശക്തവുമാണ്. എന്താണ് പറയുന്നത്? ആത്മാവ് നിത്യനാണ്. ശരീരം നശിച്ചാലും ആത്മാവ് നമ്മൾ നശിക്കില്ല, അല്ലേ? നൈനം ചിന്തന്തി ശസ്ത്രാണി. ഒന്നിനും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. പിന്നെയോ ഇന്ദ്രിയങ്ങളുടെ വഴിതിരിച്ചു വിടല്. ഇന്ദ്രിയങ്ങളെ കൃത്രിമമായി അടിച്ചമർത്തുകയല്ല, മറിച്ച് മഹാസമുദ്രം പോലെ എല്ലാ ആഗ്രഹങ്ങളെയും ഭഗവത് സേവനത്തിലേക്ക് വഴിതിരിച്ചു വിട്ട് ശാന്തത കൈവരിക്കുകയാണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ലക്ഷ്യം എന്താണ് ഇതിൻ്റെയൊക്കെ? ബ്രഹ്മാസ്ഥിതി, അല്ലേ? ബ്രാഹ്മീ സ്ഥിതി. അദ്ദേഹത്തിൻ്റെ ഒടുവിലാണ് ഭഗവാൻ വിവരിക്കുന്നത് കൃഷ്ണാവബോധത്തിൻ്റെ പരമമായ അവസ്ഥയാണിതെന്ത്? ബ്രാഹ്മീ സ്ഥിതി. ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ തൻ്റെ സർവകർമ്മങ്ങളും കൃഷ്ണനായി സമർപ്പിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഖട്വാംഗ മഹാരാജാവിനെയോ പരീക്ഷിത് മഹാരാജാവിനെയോ പോലെ പൂർണ്ണമായി ശരണപ്പെടാൻ കഴിഞ്ഞാൽ പോലും ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തനായി ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു. അപ്പം ഉപസംഹാരം എന്താണ് ഇതിൻ്റെ? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥാധനുർധര. എത്ര യോഗേശ്വര കൃഷ്ണോ, എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും, എത്ര പാർത്ഥോധനുർധര, എവിടെയാണോ വില്ലാളി വീരനായ അർജുനനുമുള്ളത്, അവിടെ വിജയവും ഐശ്വര്യവും ഉറപ്പാണ്. ചില പ്രവാചകര് തൻ്റെ ഭാഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നതാണ് ഭഗവത്ഗീത വെറും ഒരു തത്വചിന്ത അല്ല, മറിച്ച് ഈ ആധുനിക ലോകത്തിൽ നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഏറ്റവും പ്രായോഗികമായ ജീവിത ഗൈഡ് ആണെന്നാണ്. ഇന്ദ്രിയങ്ങളെ കൃഷ്ണാവബോധമാകുന്ന അമൃതിൽ മുക്കുമ്പോൾ നമ്മുടെ ജീവിതം തനിയെ ധന്യമാകുന്നു. അങ്ങനെ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം ഇവിടെ സമാപ്തമാവുകയാണ്. ഹരേ കൃഷ്ണ.